പ്രശാന്ത് കൂടി ചേരുന്നുണ്ട്. പ്രശാന്ത്, എന്താണ് മന്ത്രി നൽകിയ ഉറപ്പ്, മന്ത്രി പങ്കുവച്ച വിവരം? വീണ, മന്ത്രി വി ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള CPM നേതാക്കളും ഇപ്പോൾ ഈ കഴക്കൂട്ടത്തെ വീട്ടിൽ എത്തിയിരുന്നു. വീട്ടിലെത്തി ഈ കുട്ടിയുടെ അമ്മയെയും അച്ഛനോടും സംസാരിക്കുകയുണ്ടായി അല്പസമയം മുമ്പ്. എന്നിട്ട് അന്വേഷണത്തിന്റെ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തു. അതായത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 സംഘങ്ങളായി തിരിച്ചുകൊണ്ട് പോലീസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതായത് കന്യാകുമാരിയും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും അടക്കം അന്വേഷണം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ കന്യാകുമാരിയിലേക്ക് തന്നെ മറ്റ് പോലീസ് സംഘങ്ങൾ കൂടി അയച്ചിട്ടുണ്ട്. ആദ്യ ഘട്ടത്തിൽ 4 പേരടങ്ങുന്ന ഒരു സംഘത്തെയാണ് പോലീസിനെ അയച്ചിരുന്നത്. പിന്നീട് തുടർന്ന് അതിനോടനുബന്ധിച്ച് തന്നെ വീണ്ടും പോലീസിന്റെ സംഘത്തെ അയക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ടെന്നാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് സാധ്യമായ രീതികളെല്ലാം നോക്കുന്നുണ്ടെന്ന് പറയുന്നത് ഒരു എളുപ്പത്തിൽ തന്നെ അല്ലെങ്കിൽ വേഗത്തിൽ തന്നെ ശുഭവാർത്ത കിട്ടട്ടെ എന്നൊരു ശുഭവാർത്ത കിട്ടട്ടെ എന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയും അദ്ദേഹം ഈ കുടുംബത്തോടൊപ്പം പങ്കുവച്ചു. ഏകദേശം 10 മിനിറ്റോളം ഇവിടെ ചെലവഴിച്ചതിന് ശേഷമാണ് ഇപ്പോൾ അല്പസമയം മുമ്പാണ് മന്ത്രി മടങ്ങിയത്. ആവശ്യമുള്ള കാര്യങ്ങൾ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ഉറപ്പും അവർക്ക് നൽകുകയും ചെയ്തു. അതിനുശേഷമാണ് മന്ത്രി കടന്നുപോയത്. ഈ സ്ഥലത്തേക്ക് നിരവധി, അതായത് ഈ അന്വേഷണത്തിന്റെ ഒരു പല ഘട്ടങ്ങൾ എന്ന നിലയിലേക്ക് 4 ഘട്ടങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പോലീസിനെ സംഘങ്ങളെ നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ പോലീസ് അങ്ങനെ നിശ്ചയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും അതിൻ്റെ ഒരു ആശങ്ക നിലനിൽക്കുകയും ചെയ്യുന്നു. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നു. അതായത് ഇപ്പോൾ തന്നെ 26 മണിക്കൂറിന് മേൽ ചെയ്തിരിക്കുന്നു. എന്നാൽ കുട്ടി എവിടെയെന്നുള്ള വിവരം പോലീസിനും കണ്ടെത്താൻ കഴിയുന്നില്ല. ഈ അന്വേഷണം, ഈ കുട്ടി പരാതി ലഭിച്ചതിന് ശേഷമുള്ള അന്വേഷണം നടത്തുന്നെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് കുട്ടിയെ എവിടേക്ക് പോയി എന്നടക്കമുള്ള കാര്യത്തിലേക്ക് പിന്നീട് എത്തുവാൻ പോലീസിന് കഴിഞ്ഞതുമില്ല. അതാണ് ഏറ്റവും ഒരു ആശങ്ക ഉളവാക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അതായത് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഒരു 13 വയസ്സുകാരിയായ പെൺകുട്ടിയാണ്. മണിക്കൂറുകൾ പിന്നിടുന്നതിൽ ഉണ്ടാകുന്ന ആശങ്ക സ്വാഭാവികമാണ്. അതിൽ രക്ഷകർത്താക്കളുടെ ആശങ്കയും സ്വാഭാവികമാണ്. അങ്ങനൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇനി കൂടുതൽ വൈകും തോറും അതിൻ്റെ വൈകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് ചെന്നെത്തും എന്നൊരു ആശങ്കയും ഈ മാതാപിതാക്കൾ കൊണ്ട്, പ്രത്യേകിച്ച് ഈ കുട്ടിക്ക് മറ്റു ഭാഷകളൊന്നും അറിയില്ല. അതും ഒന്ന് ഒരു ഇതായി തന്നെ നിലനിൽക്കുന്നു. ഇപ്പോൾ നമുക്ക് കുട്ടിയുടെ മാതാവ് നമ്മളോടൊപ്പമുണ്ട്. മന്ത്രിജിനെ ക്യാ ബോല? मंत्री बोला है चिंता मत करो, बच्चा मिल जाएगा. 6 टीम है, एक टीम पुलिस ढूंढ रहा है, वो बोल रहा है बच्चा मिला के देगा. और कुछ नहीं, और कुछ मदद चाहिए. मैं बोला नहीं, मदद कुछ नहीं चाहिए, मेरा बच्चा ही चाहिए. आपका तो विश्वास कैसा है? विश्वास कुछ मुझे मालूम नहीं है. मुझे तो पुलिस है और उसके बाद तुम्हारा सब लाइफ में विश्वास करके बैठा. വീണ, അത് തന്നെയാണ് ഒരു ഉറപ്പ് നൽകുന്നു. എത്രയും വേഗം അന്വേഷണം നടക്കുന്നുണ്ടെന്നുള്ള ഉറപ്പ് നൽകുന്നു, കണ്ടെത്തും എന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിൽ കൂടുതൽ സങ്കീർണമാകുന്നത് സമയം പിന്നിടുന്നതാണ്. അതായത് മണിക്കൂറുകൾ പിന്നെയും പിന്നിടുമ്പോൾ അതിൽ കന്യാകുമാരിയിൽ എത്തിയോ നടക്കുമ്പോൾ കാര്യത്തിൻ്റെ ഒരു വ്യക്തത വരുത്തുവാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതായത് അത്തരത്തിൽ കുട്ടി കന്യാകുമാരിയിൽ എത്തിയോ നടക്കുമ്പോൾ കാര്യത്തിൽ ഒരു CCTV ദൃശ്യമോ അല്ലെങ്കിൽ മറ്റ് അന്വേഷണത്തിന് തെളിവായി സ്വീകരിക്കേണ്ട അത്തരമൊരു തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. അങ്ങനെ അതിൽ ഒരു ആശങ്ക നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കന്യാകുമാരിയിൽ ആദ്യഘട്ട സംഘം എത്തുകയും പോലീസ് സ്റ്റേഷൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിൽ എന്നിവിടങ്ങളിലെല്ലാം തെരച്ചിൽ നടത്തി മറ്റുള്ള ആളുകളുമായി, അവിടുത്തെ കച്ചവടക്കാർ, അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അടക്കമുള്ള ആളുകളുമായെല്ലാം ഒരു ഈ കുട്ടിയെ പറ്റിയുള്ള വിവരങ്ങൾ തിരക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി. അതിനുശേഷമാണ് പിന്നീട് ഇവർ കൂടുതൽ സംഘത്തെ അവിടേക്ക് അയക്കുന്നതിനേക്കുള്ള തീരുമാനത്തിലേക്ക് പോലീസും എത്തുന്നത്. അങ്ങനെ കൂടുതൽ സംഘം അന്വേഷണത്തിനായി കന്യാകുമാരിയിലേക്ക് പോയിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ 4 സംഘങ്ങളാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണം നടത്തി വരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. എത്രയും വേഗം കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നും അദ്ദേഹം ഒരു വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇനി കൂടുതൽ പറയേണ്ടത് ഇനി പോലീസിന്റെ ഭാഗത്താണ്. ഈ അന്വേഷണം എവിടം വരെ എത്തി, അല്ലെങ്കിൽ കന്യാകുമാരിയിൽ നിന്ന് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. അതായത് ഇനി അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിന്നാണ് വിവരങ്ങൾ ലഭിക്കേണ്ടത്. എന്തായാലും കന്യാകുമാരിയിലേക്ക് കൂടുതൽ പോലീസിന്റെ സംഘം എത്തിയേക്കും എന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഈ അന്വേഷണം നടത്തുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നു. നേരത്തെ കുട്ടിയുടെ ജ്യേഷ്ഠൻ ചെന്നൈയിലായിരുന്നു, എന്നാൽ ചെന്നൈയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നടക്കമുള്ളൊരു വാർത്തകളും വന്നിരുന്നു. പിന്നീട് അതിനുശേഷമാണ് കുട്ടിയുടെ സഹോദരൻ താമസിക്കുന്നത് ബാംഗ്ലൂരാണ്, മെജസ്റ്റിക്കിലാണെന്നുള്ള വാർത്തകളും വന്നത്. വിവരങ്ങളും
ലഭിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടി അന്വേഷണം നടക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ മാതാപിതാക്കളുടെ മൊഴിയിലടക്കം ഒരു വൈരുദ്ധ്യമുണ്ടെന്നുള്ള വാർത്ത നേരത്തെ വിവരം പോലീസിന്റെ ഈ മൊഴിയെടുപ്പിൽ നിന്ന് മനസ്സിലായിരുന്നു. അതായത് ആദ്യം ഘട്ട വിവരങ്ങൾ ചോദിച്ചറിഞ്ഞതിൽ നിന്ന് ഒരു വൈരുദ്ധ്യം ഇരുവരുടെയും ഈ കുട്ടികളുടെ മാതാപിതാക്കളിൽ നിന്ന് ആദ്യം കൊടുത്ത മൊഴിയിൽ നിന്നും രണ്ടാമത് നൽകിയതിൽ ഒരു വൈരുദ്ധ്യം നിലനിൽക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പോലീസ് പറയുകയും ചെയ്തിരുന്നു. എന്തായാലും കുട്ടിക്കായുള്ള അന്വേഷണം വളരെ കാര്യക്ഷമമായി നടത്തുന്നുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോഴും ഇതുവരെ കണ്ടെത്തുന്നതിലേക്ക് കുട്ടികൾ എത്തുന്നതിലേക്ക് ആയിട്ടുള്ള ഒരു തെളിവ്, ഒരു തുമ്പെങ്കിൽ പോലും അതുപോലും കിട്ടുവാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും പോലീസ് അന്വേഷണം നടത്തുന്നു എന്ന് പറയുമ്പോഴും മണിക്കൂറുകൾ പിന്നിടുന്നത് വലിയ ആശങ്കയാണ് ഉളവാക്കുന്നത്. ഇനിയിപ്പോൾ 27 മണിക്കൂറിന് മുകളിലേക്ക് നീങ്ങുന്നു. ഇനി വരാൻ പോകുന്നത് വൈകുന്നേരമാണ്. രാത്രിയിലേക്ക് എത്തുമ്പോഴേക്കും അത് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യമാണ് വളരെ ആശങ്ക ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു ആശങ്ക ഈ വീട്ടുകാർക്കുമുണ്ട്, മാതാപിതാക്കൾക്കുമുണ്ട്. അതിൽ ഒരു വ്യക്തത വരുത്തുവാൻ അല്ലെങ്കിൽ കൂടുതൽ കണ്ടെത്തുന്നതിനടക്കമുള്ള CCTV ദൃശ്യങ്ങളോ അല്ലെങ്കിൽ സോളിഡായിട്ടുള്ള തെളിവ് പോലീസിന് കിട്ടുന്ന സാഹചര്യം ഇവിടെ നിന്നും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം ഈ ചെന്നൈയിലേക്ക് തിരിച്ചു എന്ന് ഈ കന്യാകുമാരിയിലേക്ക് തിരിച്ചു എന്ന് മാത്രമുള്ള വിവരമാണ് ഒരു ചിത്രത്തോടു കൂടി ഒരു യാത്രക്കാരി ട്രെയിനിൽ യാത്ര ചെയ്ത ബബിത എന്ന ഒരു യാത്രക്കാരിൽ നിന്ന് ലഭിച്ചത്. എന്നാൽ അതിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് മുന്നോടിയായിട്ട് ചെന്നൈയിൽ നിന്ന് എവിടെയെങ്കിലും എത്തിയോ ഇറങ്ങിയോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇതുവരെ വ്യക്തത വരുത്തുവാൻ കഴിഞ്ഞിട്ടുമില്ല. നമുക്ക് ഈ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ തിരിച്ചു കഴിഞ്ഞാൽ പാറശാലയിലേക്കും അതുപോലെ നെയ്യാറ്റിൻകര പാറശാല കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് 3 സ്റ്റേഷനാണ് നിലനിൽക്കുന്നത്. ഈ സ്ഥലങ്ങളിലെല്ലാം ഇറങ്ങിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതായത് എവിടേക്ക് അങ്ങനെ കൂടി അന്വേഷണം വ്യാപിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ട്രെയിനിൽ കുട്ടിയെ കണ്ടു, മറ്റൊരു യാത്രക്കാരി അതിൻ്റെ ഫോട്ടോ എടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പാറശാല വരെ കുട്ടി ഇറങ്ങിയിട്ടുമില്ല. അപ്പോൾ അതിനുശേഷം കന്യാകുമാരിയിലാകാം ഇറങ്ങിയിരിക്കാൻ സാധ്യത. പ്രധാന സ്റ്റേഷൻ എന്ന രീതിയിൽ മനസ്സിലാക്കി കന്യാകുമാരിയിൽ തിരച്ചിൽ നടത്തിയെങ്കിൽ പോലും അവിടുത്തെ CCTV ദൃശ്യങ്ങളിൽ, അതായത് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ CCTV ദൃശ്യങ്ങളിൽ പോലും ഈ കുട്ടി പതിയാത്ത സാഹചര്യത്തിലാണ് കൂടുതൽ സംശയങ്ങളിലേക്ക് മറ്റ് സ്റ്റേഷനുകളിലേക്കും കൂടി പരിശോധന വ്യാപിപ്പിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത മനസ്സിലായിരിക്കുന്നു. അതേസമയം ഒരു ചെറു സംഘം മാത്രമാണ് കേരള പോലീസ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. കൂടുതൽ പോലീസുകാർ കൂടി എത്തുകയോ തമിഴ്നാട് പോലീസിൻ്റെ സഹായമോ RPFിൻ്റെ സഹായമോ ഒക്കെ തേടിയെങ്കിൽ മാത്രമേ ഇവർക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ.